പിതൃമാതൃഗ്രഹേഷു തത് ബലാത് എന്നുള്ള ഒരൊറ്റ ശ്ലോകത്തിന്റെ അംശത്തെ കൊണ്ട് കേവലം ആ ജാതകത്തെ മൊത്തം വിലയിരുത്തണം. അപ്പം പിതൃപാരമ്പര്യത്തിലാണോ ഈ കുട്ടിയുടെ ഗുണം വരിക, മാതൃപാരമ്പര്യത്തിൽ നിന്നാണോ ഈ കുട്ടിക്ക് ഗുണം വരിക, ഏത് പാരമ്പര്യം എവിടെ ജനിച്ചു കഴിഞ്ഞാലും, ഏത് പാരമ്പര്യത്തിൽ ജനിച്ചു കഴിഞ്ഞാലും ഏത് പാരമ്പര്യമായിരിക്കും ഈ കുഞ്ഞിനെ രക്ഷിക്കുക, ഏത് പാരമ്പര്യത്തിൽ നിന്നായിരിക്കും ഈ കുഞ്ഞിന് ഗുണം ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ജാതകത്തിൽ മൂന്ന് ശുഭഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും നീചസ്ഥന്മാരായിട്ട് വരുമ്പോൾ അത് കേവലം ഒരു ദുര്യോഗമായിട്ട് ആ ജാതകത്തിൽ പരിണമിക്കും. ആ ദുര്യോഗമായിട്ട് പരിണമിക്കുമ്പോൾ ഈ കുട്ടിയുടെ ജന്മഗ്രഹം ഏത് പിതൃകുടുംബമാണെങ്കിൽ പിതൃകുടുംബത്തിലേക്കോ, മാതൃകുടുംബമാണെങ്കിൽ മാതൃകുടുംബത്തിലേക്കോ ഈ ദുര്യോഗത്തിന്റെ ഫലം രാജയോഗ ഭംഗമായിട്ട്, രാജയോഗ ഭംഗാധ്യായത്തിൽ ഇത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ആ വിഷയവും കൂടെ നമ്മൾക്ക് ആ സമയം അതും കൂടെ പഠിക്കുന്ന സമയത്ത് ഈ കുടുംബപരമായിട്ടുള്ള ദുരിതത്തിന്റെ കാരണത്തെ മനസ്സിലാക്കാൻ ഒരു ജാതകത്തിൽ 3 ശുഭഗ്രഹങ്ങളുടെ ദുർബലത ഉണ്ടാവുന്ന സമയത്ത് അത് ദുരിതമാണ്. ആ ദുരിതത്തിന്റെ ഹേതു എന്ത് എന്നുള്ളത് പിന്നീട് നമുക്ക് പ്രശ്നവിഷയം കൊണ്ടോ മറ്റോ അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. പക്ഷേ നമ്മൾക്ക് ആദ്യം തന്നെ ജാതകത്തിൽ തന്നെ ഈ വിഷയത്തെ സ്പഷ്ടമായി തീരും എന്നുള്ളതാണ് ഈ ആവർത്തനത്തിന്റെ ഗൂഢമായ ഉദ്ദേശം. അപ്പം പിതൃമാതൃഗ്രഹേഷു തത്പരാതിഷു നീചകൈഹി ശുഭൈഹി എന്ന് പറഞ്ഞത് കേവലം ഭൂശയനത്തെ മാത്രമല്ല, ആ ജാതകത്തിന്റെ ആകെ തുകയെ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു കുട്ടി, ഇപ്പൊ 3 പാരമ്പര്യം എന്നൊക്കെ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞല്ലോ. കർമാർജിതം പൂർവഭവേസദാദി യത്തസ്യ ഭക്തിം സമഭിവ്യനക്തി എന്ന് പറഞ്ഞതിലൂടെ അത് 3 തരത്തിലുള്ള പാരമ്പര്യം, അമ്മയുടെ പാരമ്പര്യം, അച്ഛന്റെ പാരമ്പര്യം, സ്വപൂർവജന്മി, സ്വന്തം പൂർവജന്മത്തിന്റെ പാരമ്പര്യം. ആ പൂർവാർജിതമായിട്ടുള്ള കർമ്മത്തിലെ ഏതോ തരത്തിലുള്ള ദുരിതം ആണോ എന്ന് ജ്യോതിശാസ്ത്ര രീതിയ അന്വേഷിക്കുന്ന സമയത്ത്, ജ്യോതിശാസ്ത്രത്തിന്റെ രൂപത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ ദുരിതം ഉണ്ട് എന്ന് മാത്രമല്ല, അത് ഏത് പാരമ്പര്യം വഴിയായിട്ടുള്ള ദുരിതമാണ്. ഇങ്ങനെയുള്ള ഒരു ജാതകമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതക്രമത്തിൽ അദ്ദേഹത്തിന് ഈ ദുര്യോഗം കൃത്യമായിട്ട് അനുഭവപ്പെടും എന്ന് നമ്മൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഒരു സിദ്ധാന്തവും കൂടിയായിട്ട് വേണം ആരംഭത്തിലുള്ള നിജകൈഹി ശുഭൈഹി എന്നും രണ്ടാമത്തെ പദത്തിലുള്ള നീച സംസ്ഥയിച്ച ഭൂമോ എന്നും ഉള്ള രണ്ടാമത്തെ പദത്തെയും നമ്മൾ ജ്യോതിശാസ്ത്ര രൂപത്തിൽ കാണേണ്ടത്. അപ്പം കേവലം രാജയോഗത്തിന് കാരണമാവുന്നത് പാരമ്പര്യമാണ്. രാജയോഗ ഭംഗത്തിനും രാജയോഗത്തിനും കാരണമാവുന്നത് പാരമ്പര്യം. ഏത് പാരമ്പര്യം? പൂർവ്വ പാരമ്പര്യത്തിൽ ഏത് കുടുംബത്തിൽ നിന്നുള്ള ദുരിതാണ് ഇദ്ദേഹത്തിന് വരുന്നത് എന്നുള്ളത് ആണ് പിതൃമാതൃഗ്രഹേഷു തദ്ബലാത്. ഏതാണ് ഇദ്ദേഹത്തിനെ നിലനിർത്തുന്ന പാരമ്പര്യം? ആ പാരമ്പര്യത്തിൽ ദുര്യോഗമുണ്ടോ എന്നുള്ളത് ആ ജാതകത്തിന്റെ 3 ശുഭഗ്രഹങ്ങളുടെ നീചസ്ഥിതി സമാന കാലത്തിൽ വരുന്നുവെങ്കിൽ അത് രാജയോഗ ഭംഗമാണ്. ആ ഭംഗത്തിന്റെ ഹേതു ജാതകശാസ്ത്രത്തിലൂടെ തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് രോഗമായിട്ട് വരാം, രോഗാദി ദുരിതങ്ങളായിട്ട് വരാം, സാമ്പത്തിക ദുരിതങ്ങളായിട്ട് വരാം, സാമ്പത്തികമായിട്ട് ദുര്യോഗമായിട്ട് വരാം, അനാഥത്വം പോലുള്ള അവസ്ഥയ്ക്ക്, ഇപ്പൊ ജയിൽവാസം മുതലായിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ പഠിച്ചല്ലോ. ഇതൊക്കെ ജന്മകാലഘട്ടത്തിൽ തന്നെ ജാതകത്തിലൂടെ ജ്യോതിഷം നമുക്ക് സ്പഷ്ടമായിട്ടും കാണിച്ചു തരുന്നു. ജാതകത്തിലൂടെ തന്നെ ഇദ്ദേഹം ജനിക്കുന്ന സമയത്ത് തന്നെ രോഗത്തിന്റെ ലക്ഷണങ്ങളുണ്ടോ, രോഗാവസ്ഥയാണോ അദ്ദേഹത്തിന്, ദുരിതം എന്ന് പറഞ്ഞാൽ പലതരത്തിലും വരാം. ബന്ധനാദി ദുരിതങ്ങളാവാം. ഒരു വ്യക്തി ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളോ പ്രശ്നങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം സമൂഹത്തിൽ നിന്ന് ത്യജിക്കപ്പെടും,
രണ്ടാമത്തെ, രോഗങ്ങളെ കൊണ്ട് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പൂർവ്വ ഗുണങ്ങൾ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല തൊഴിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, രാജയോഗ പ്രാപ്തിയാണെന്ന് നമുക്ക് തോന്നും. ആ സമയത്തായിരിക്കും അദ്ദേഹത്തിന് ഏതെങ്കിലും രോഗം വന്ന് പിടിപെടുക. ആ രോഗത്തിലൂടെ പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സ്വഭാവം തന്നെ മാറും. സാധാരണ കണ്ടുവരുന്നതല്ലേ. ആ ഒരൊറ്റ രോഗം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവി മൊത്തം പൂർണ്ണമായിട്ടും അത്രയും കാലം പോസിറ്റീവായിട്ട് തിളങ്ങി നിന്ന വ്യക്തിത്വങ്ങളൊക്കെ രോഗങ്ങളിലൂടെ മറ്റൊരവസ്ഥയെ പ്രാപിക്കുന്നത്. അത് എത്ര കേമനായാലും ഒരു രക്ഷയില്ല. അതേപോലെ തന്നെയാണ് സാമ്പത്തികമായ ദാരിദ്ര്യം. ജന്മനാ തന്നെ ദരിദ്രന്മാരായിട്ട് ജനിക്കാം. അതും നമ്മൾ ജാതകം കൊണ്ട് പഠിച്ച് പറയേണ്ട കാര്യമാണ്. അഥവാ നല്ല ഏറ്റവും ശ്രേഷ്ഠമായ കുലത്തിൽ ജനിക്കുന്നവരും സാമ്പത്തികമായിട്ട് കേമത്വമില്ല, വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു അനാഥാവസ്ഥ ഉണ്ടാവും. ഇത് മനസ്സിലാക്കാനാണ് നമുക്ക് ഈ രണ്ട് പദങ്ങളെ രണ്ട് തരത്തിൽ സ്വരൂപിച്ചത് എന്ന് ഒന്ന് ജാതകശാസ്ത്രത്തിലൂടെ തന്നെ പ്രശ്നശാസ്ത്രത്തെയും കൂടെ വ്യക്തമാക്കുന്നു. ഇങ്ങനെയൊരു കാര്യം കണ്ടു കഴിഞ്ഞാലാണ് പ്രശ്നശാസ്ത്രത്തിലൂടെ പോയിട്ട് അതിന്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കി കാരണത്തിന് വേണ്ട വ്യക്തമായ പരിഹാരം അദ്ദേഹത്തെ കൊണ്ട് തന്നെ നിർദ്ദേശിച്ച് അദ്ദേഹത്തിൽ തന്നെ അത് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൂജാവിധികളൊക്കെ ആയിരിക്കും. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രം ചെയ്യേണ്ടതാണ്. ഇത്തരം ജാതകകാരൻ ആണ് ജാതകത്തിൽ ഇത്തരം ഒരു ദുര്യോഗം കണ്ടു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ബോധിപ്പിക്കണം. നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു ദുര്യോഗമുണ്ട്, ഈ ദുര്യോഗമാണ് നിങ്ങളുടെ ഈ അനുഭവത്തിന്റെ കാരണം, അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തമായിട്ട് ഇന്ന പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ദേവദർശനം ഒന്നും ആവണമെന്നില്ല. എന്താണോ ദോഷം അതിന്റെ പ്രായശ്ചിത്തമായിട്ട്, അത് ദൈവികമായിട്ടാവാം, മാനുഷികമായിട്ടാവാം, ദാനധർമ്മങ്ങളാവാം, സത്സ്വഭാവത്തിലൂടെ അത് ജീവിതചര്യയാവും, അതും ആവാലോ. സത്സ്വഭാവത്തെ അദ്ദേഹത്തിന്റെ ജീവിതചര്യയെ ഒന്ന് നമ്മൾ ബോധവൽക്കരിക്കുന്നതോടുകൂടി അദ്ദേഹം ബോധവാനായി. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം ക്രമികമായിട്ടും ഒരു സത്സംഗാദി വിഷയങ്ങളിലൂടെ ഒക്കെ ഗുണത്തിലേക്ക് വരാം. അങ്ങനെ ആ ദുരിതത്തിൽ നിന്ന് കരകയറ്റാനുള്ള വഴിയാണ് നമ്മൾ ഇപ്പം ഈ രണ്ട് നിയമത്തിലും ഒരേ കാര്യം ആവർത്തിക്കാൻ കാരണം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി.